ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ, സീരീസുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. നവംബർ മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് ഡബ്ഡ് മൂവിയാണ്. ഇന്ദുവദന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തന്തിവൺ OTT ആപ്ലിക്കേഷൻ വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തെലുങ്ക് വേർഷനൊക്കെ അതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തായിരുന്നു. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ഗ്ലാസ്മേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തത് കവിൻ, മെറിൻ ഫിലിപ്പ്, അനാർക്കലി, നസർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ബ്ലാക്ക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബ്ലഡി ബഗർ എന്ന് പറഞ്ഞ സിനിമ. നെൽസൺ നിർമ്മിച്ച സിനിമയായിരുന്നു. ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോം വഴി ലോ ക്വാളിറ്റി പ്രിന്റ് ഓവർസീസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജയൻ രവി, പ്രിയങ്ക മോഹൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബ്രദർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇതേപോലെ തന്നെ ഓവർസീസ് OTTയിൽ ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ ലോ ക്വാളിറ്റി പ്രിന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അമരൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ സാഹിബ് അലവി, അതുപോലെ തന്നെ ശിവകാർത്തികൻ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമരൻ എന്ന് പറഞ്ഞ സിനിമയും ഇതേപോലെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതൊരു സീരീസാണ് ദ മാജിക് ഓഫ് ഷിരി എന്ന് പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. 10 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ജിയോ സിനിമ വഴി ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഡൈവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയോടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു സീരീസാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ഹാഫ് ലവ് ഹാഫ് അറേഞ്ച്ഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. MX പ്ലെയറിൽ, ആമസോൺ പ്രൈമിലും ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. കോബ്ര കായ് സീസൺ 6 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കോബ്ര കായുടെ സീസൺ 6 പാർട്ട് 2. ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. അധർമ്മ കഥകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. യഥാ യഥാഹ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ജോക്കർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റെൻ്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി സീരീസാണ്. പൈട്ടണി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. C5 ഈ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 7 എപ്പിസോഡുകളായിട്ട് മൾട്ടി ഓഡിയോയിലും മലയാളം അടക്കമുള്ള ഭാഷയിൽ സോണി ലിവിൽ അവൈലബിൾ ആണ്. ഈ ഒരു സീരീസ് കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ദ ഡേ ഓഫ് ദ ജക്കാൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ മൂവിയായിരുന്നു മാർട്ടിൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ത്യക്ക് പുറത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. റെൻ്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാള സിനിമയാണ്. കുരുക്ക് എന്ന് പറഞ്ഞൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിരുന്നു. റെൻ്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മലയാള സിനിമയാണ്. അടിത്തട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമാക്സ്, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സർട്ടിഫിക്കറ്റ് മൂവി അവൈലബിൾ ആണ്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഉഷ പരിണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. രഘു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രഘു ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഓപ്പറേഷൻ ബ്ലഡ് ഹണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗണ്ണർ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ക്രോസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് 8 എപ്പിസോഡുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് ഞാൻ കണ്ടതാണ്, റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. റിവ്യൂ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്തത്
മാർവലിൻ്റെ ആക്ഷൻ കോമഡി സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് മാ നാന സൂപ്പർ ഹീറോ ആണ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ അതുപോലെ C5 ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എമീലിയ പെരേസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് നവംബർ മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും